ഒരു സവാളയും കുറച്ച് ദോശമാവും ഉണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള ഒരു ടിപ്സ് ആയിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ കറികളില്ലാണ്ട് ഒരു കടി ഉണ്ടാക്കാൻ ഭയങ്കര പണിയായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ മാത്രം മതി കേട്ടോ ഇതിൻ്റെ കൂടെ. അത്രയും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സവാള നീളത്തിന് കനല്ലാണ്ട് അരിഞ്ഞ് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ അതിലോട്ടൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്തുള്ളത് നല്ല എരിവൊക്കെ ഉള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ. 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കുക. അതായത് ഇതുപോലെ വേണം തിരുമ്മിയെടുക്കാൻ. എല്ലാം കൂടി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം നമ്മുടെ ഉള്ളിയുടെ എല്ലാ പോർഷനും. എന്നിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ദോശമാവാണ് കേട്ടോ. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സെയിം ബാറ്റർ തന്നെ. അത് നമുക്ക് എടുത്തിട്ട് അതിൽ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് നല്ലോണം ഒന്ന് കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നിങ്ങൾ വീട്ടിൽ സാധാരണ ദോശ ചിലർ ഇരുമ്പിൻ്റെ ചട്ടിയിലായിരിക്കും, ചിലർ നോൺ സ്റ്റിക്കിൻ്റെ പാനിലായിരിക്കും. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാട്ടോ ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അതിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു 1.5 കയ്യിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് കനല്ലാണ്ട് അങ്ങ് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്ത ഉടനെ തന്നെ തീ കുറച്ച് വെക്കുക. നല്ല ചൂടായിട്ട് പരത്തി കൊടുക്കണം ചട്ടി. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മാവ് നല്ല വേവുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് പരത്തി ഇട്ട് കൊടുക്കണേ. കൈ വെച്ച് ഞാൻ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുമ്പോൾ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവർ നമുക്കിങ്ങനെ കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി കുറച്ചുകൂടി ബാറ്റർ എന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ തൂവി കൊടുക്കാവേ. കുറച്ച് മാത്രം മതി, ഓവർ ആവണ്ട. ജസ്റ്റ് ഒന്ന് അത് അമർന്ന് നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ്. അത് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരുവിധം എല്ലാ ആൾക്കാരൊക്കെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്തിട്ടായിരിക്കും ചൂടുക. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് നെയ്യൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൊരിയാൻ വെക്കാം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂടെ വേണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ മാവ് കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് പ്രസ്സായി നിൽക്കാൻ വേണ്ടി ഞാനൊന്നൊരു ചട്ടുകം വെച്ച് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ദോശയാണ്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം ഇതിൻ്റെ കൂടെ വരുന്നില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉമ്മച്ചിൻ്റെ അടുക്കള റെസിപ്പീസ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.